ഹലോ നമസ്കാരം, ഞാൻ രാകേഷ് ബാബുവാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോഡ്ജിൻ്റെ ചാർജർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മോഡലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യണത്. GI ഷീറ്റ് വെച്ചിട്ട് ഫുള്ള് ബോഡിയും GI ഷീറ്റ് വെച്ച് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അത് ചെയ്യണതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 20 ഗേജിൻ്റെ GI ഷീറ്റാണ്. അപ്പം ഇത് ആർക്ക് വെൽഡിങ് സെറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കണത്. പിന്നെ ഗ്യാസ് വെൽഡിങ് സെറ്റ് നമുക്കില്ലാത്തതുകൊണ്ട് ആർക്ക് വെൽഡിങ്ങാണ് ഉപയോഗിച്ചേക്കണത്. പിന്നെ ഇതിപ്പം നമ്മൾ ടോയ് എന്ന ചെറിയൊരു രൂപത്തിലാണ് ചെയ്യണത്. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ വണ്ടികളൊക്കെ വേണമെങ്കിൽ നമ്മൾ സ്വന്തം കൈ കൊണ്ടൊക്കെ ഒരു വണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ട് അപ്പോൾ അവരൊക്കെ അത് ഓടിച്ച് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അതെല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു പെങ്ങളുടെ കുട്ടിയുണ്ട് ഇവിടെ. അപ്പോൾ ആൾക്ക് ചെറിയ വണ്ടിയോടുള്ള ഭയങ്കര ഇഷ്ടം കൊണ്ട് അപ്പോൾ ആൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഇല്ല. ഇതിപ്പോൾ പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇത് ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ആദ്യമേ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലൊരു ഹാർഡ് ബോർഡ് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ആ ഹാർഡ് ബോർഡ് മോൾഡിൻ്റെ ഹാർഡ് ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ഷീറ്റിൽ ഇതിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുന്നത്. അത് പെർമനൻറ്റ് മാർക്കർ വെച്ച് വരച്ചിട്ട് ആ ഷേപ്പിൽ നമ്മൾ ആദ്യമേ ഷീറ്റ് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണും പോലെ തന്നെ വീലാർച്ചിൻ്റെ ഭാഗം കുറച്ച് കൂടുതൽ കട്ട് ചെയ്തെടുത്തേക്കും. ആ ഭാഗം നമ്മൾ ഉള്ളിലേക്ക് അടിച്ച് വളച്ച് വെച്ചേക്കും. കാരണം അത് ഷാർപ്പ് എഡ്ജായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ കൊള്ളും, അത് മുറിയാനായിട്ടൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ എഡ്ജ് നമ്മൾ അകത്തേക്ക് മടക്കി കളയും. പിന്നെ നമ്മൾ ആദ്യം വണ്ടിയുടെ 2 സൈഡാണ് ഉണ്ടാക്കണം. അപ്പം 2 സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒരേപോലെ തന്നെ ആയിരിക്കും. അത് ലെഫ്റ്റും റൈറ്റും ആദ്യം ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ആ ഒരു യൂണിറ്റിനെ നമ്മൾ മേളിലൊരു ഭാഗം, വണ്ടിയുടെ ടോപ്പ് ഭാഗവും അടിയിൽ ചെയ്സ് വരുന്ന ഭാഗം തമ്മിൽ ആദ്യം സ്പോട്ട് ചെയ്ത് വെക്കും. എന്നിട്ടാണ് നമ്മൾ ബോണറ്റും ബാക്കിൽ ഡിക്കി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ 2 ഭാഗങ്ങളും ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ എന്നാണ് ആൻവിലും അങ്ങനെയുള്ള തട്ടി മടക്കണ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാം പ്രോപ്പറായിട്ടുള്ള ടൂൾസൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ വർക്ക്ഷോപ്പിലുണ്ടായിരുന്നതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ചെയ്യുവാണ്. പിന്നെ ഈ ഡോഡ്ജിൻ്റെ ഈ ഒരു മോഡൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു മോഡലാണ്. പഴയ മസിൽ കാർ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു മോഡലാണ്. അപ്പോൾ എനിക്കും അത് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ചെറിയ ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് ഫുള്ളും നമ്മളിപ്പം ഫോട്ടോയിൽ നോക്കിയാണ് ചെയ്യണത്. എന്നിട്ട് ഫോട്ടോയിൽ നോക്കിയിട്ട് ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ മനസ്സിലിരുത്തിയിട്ട് അത് നോക്കി ഒരു പേപ്പറെ വരച്ച് എന്നിട്ട് അതൊക്കെ നോക്കിയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. വലിയ പാടുള്ള വർക്കൊന്നുമല്ല, സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഒരു വെൽഡിങ് സെറ്റും കട്ടറും ഉണ്ടെങ്കിൽ നമുക്കും വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഒരു ചെറിയൊരു അത്ര ബുദ്ധിമുട്ടുള്ള വർക്കൊന്നുമല്ല, ചെറിയ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മോട്ടറൊക്കെ വെച്ച് ഇറക്കണമെന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ കൊറോണയും ലോക്ക്ഡൗണൊക്കെ ആയത് കാരണം കടകളൊന്നും തുറക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു വണ്ടിയുടെ ഷേപ്പിലുണ്ടാക്കിയെടുത്ത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് ക്ലിയറൊക്കെ അടിച്ച് അത്യാവശ്യം വണ്ടിയുടെ ഒറിജിനാലിറ്റി നിലനിർത്തിക്കൊണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മൾ പുറകെ ചെയ്യാം. പിന്നെ നമ്മളിതിൻ്റെ ടയറായിട്ട് എടുത്തേക്കണത് നമ്മൾ ഈ എന്താ പറയുക, ഈ സ്റ്റാൻഡിനെയൊക്കെ അടിയിലൊക്കെ വെക്കണ നൈലോണിൻ്റെ ടയറില്ലേ, അതാണ് നമ്മൾ ഉപയോഗിച്ചേക്കണത്. അത് പുതിയതല്ല, അത് സ്ക്രാപ്പിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. അപ്പോൾ ആ സാധനമാണ് നമ്മളിതിൻ്റെ ടയറായിട്ട് എടുത്തേക്കണത്. അത് എന്നിട്ട് വെള്ള കളറിലാണ്. അതിന് പെയിൻ്റൊക്കെ അടിച്ച് കറക്റ്റ് ടയറിൻ്റെ ഗ്രിപ്പൊക്കെ കൊടുത്ത് ചെയ്യണം. അതിൻ്റെ വീഡിയോ ഒക്കെ പുറകെ ഉണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് കാണണം, സ്കിപ്പ് ചെയ്ത് പോകരുത്. ഫുള്ള് കണ്ടാലുള്ള അത് ഉണ്ടാക്കണതിൻ്റെ ഐഡിയാസൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടേക്ക്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റും റൈറ്റും ഭാഗങ്ങൾ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അതിനെ നമ്മൾ എത്ര വീതിയാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു വീതിയിലുള്ള 2 കഷ്ണങ്ങൾ ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതാദ്യം നമ്മൾ ഈ 2 ലെഫ്റ്റും റൈറ്റും പോർഷൻ തമ്മിൽ സ്പോട്ട് ചെയ്ത് വയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇത് ചരിഞ്ഞൊന്നും പോകരുത്. ചരിഞ്ഞ് പോയി കഴിഞ്ഞാൽ വണ്ടിക്കൊരു കോച്ചം വീഴാൻ സാധ്യതയുണ്ട്. അപ്പം കറക്റ്റ് ലെവലിൽ വേണം നമ്മളിത് വെച്ച് ആദ്യം സ്പോട്ട് ചെയ്ത് വയ്ക്കാൻ. അപ്പോൾ ഏകദേശം അതിൻ്റെ ലെവലിൽ തന്നെ വെച്ച് ഇപ്പോൾ സ്പോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അതിൻ്റെ ടോപ്പ് വന്ന ഭാഗം വേണം. അപ്പം ആദ്യം നമ്മൾ ആ ഒരു ടോപ്പ് ഭാഗം ഒരു ഹാർഡ് ബോർഡിൽ വെച്ച് വരച്ചെടുക്കണം. എന്നിട്ട് ആ ഒരു ഭാഗം വേണം നമ്മൾ ഷീറ്റേ വെച്ച് മാർക്ക് ചെയ്തിട്ടെടുക്കാനായിട്ട്. അപ്പം ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഷീറ്റിൽ അത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുക്കണം. അപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പം ആ സൈഡൊക്കെ ഭയങ്കര ഷാർപ്പായിരിക്കും.
അപ്പോൾ നമുക്ക് സാധാരണ കാറിൻ്റെ ഭാഗം മോൾ ഭാഗം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കർവൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്ലെയിൻ ഷീറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഷീറ്റിനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഈ എഡ്ജ് ഭാഗങ്ങളൊക്കെ ഒന്ന് മടക്കി കൊടുക്കണം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ പോലെ തന്നെ എഡ്ജൊക്കെ ഇങ്ങനെ മടക്കി എടുക്കണം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ആ 4 മൂല ഏകദേശം കറക്റ്റായിട്ടുണ്ട്. അപ്പം കറക്റ്റായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് നല്ലതായിട്ട് ആക്കിയിട്ട് വേണം സ്പോട്ട് ചെയ്യാൻ. ഇപ്പോൾ ഏകദേശം എന്നിട്ട് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ 4 സ്ഥലം ഇങ്ങനെ ഒന്ന് സ്പോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് മാക്സിമം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് പുറത്തോട്ട് മുഴച്ചിരിക്കാത്ത രീതിയിൽ വേണം ഇത് സ്പോട്ട് ചെയ്ത് വെക്കാൻ. അല്ലെങ്കിൽ നമ്മൾ പുട്ടിയിട്ട് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഈ ഭാഗമൊക്കെ ഒരുപാട് പുട്ടിയിട്ട് ലെവൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കഴിവതും നല്ല ഫിനിഷിങ്ങിൽ വേണം ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ബോണറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പേപ്പർ വെച്ച് നമ്മൾ ആ ഒരളവ് മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനെ ടെംപ്ലേറ്റാക്കി വെച്ചിട്ട് ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ ബോണറ്റ് തുറക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യണം. അപ്പം അതിൻ്റെ സൈഡിൽ വിജാഗിരി വരുന്ന രീതിയിൽ അതിനും കൂടെ ഉള്ള നമ്മൾ വരച്ചെടുത്ത പേപ്പറിൻ്റെ അളവ് കൂടാണ്ട് ഒരു ശകലം കൂടെ കൂട്ടി വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ആ എഡ്ജ് 4 സൈഡിലോട്ട് മടക്കണം. ഒരു സൈഡിൽ വിജാഗിരി വരുന്ന രീതിയിൽ അകത്തൊരു കമ്പി വെച്ചിട്ട് മടക്കി ലെവൽ ചെയ്യും. അങ്ങനെ അത് സെറ്റാക്കി എടുക്കും. പിന്നെ അത് കഴിയാൻ നേരത്ത് നമ്മൾ ആ ഡോഡ്ജിൻ്റെ ബോണറ്റിൻ്റെ മേളിലൊരു എയർ ക്യൂബ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്കെയിൽ മോഡൽ ചെയ്യണതുകൊണ്ട് അതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ 2 സൈഡും ആദ്യം സെൻറ്റർ മാർക്ക് ചെയ്യണം. എന്നിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുള്ള അളവ് ഏകദേശം മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണും പോലെ അറുളിയാണ് നമ്മൾ ഉപയോഗിച്ചേക്കണം. അറുളി കൊണ്ട് മണ്ണിലിട്ട് അടിച്ചാൽ മതി. അതുപോലെ മണ്ണിലിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത വരയിലൂടെ ഇങ്ങനെ അടിച്ച് ഇതുപോലത്തെ ഷേപ്പിലാക്കി എടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ വളവൊക്കെ നമുക്ക് പുട്ടി അടിച്ച് തീർക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെറുത് ആയിട്ട് ഇങ്ങനെ വളച്ചെടുക്കുക. പിന്നെ നമുക്ക് ഇനി വേണ്ടത് ഈ ഫ്രണ്ടിലെ ഗ്രില്ലും അതുപോലെ തന്നെ ബാക്കിൽ ഡിക്കിയും വേണം. അപ്പം ഗ്രില്ല് ഞാൻ ഉപയോഗിച്ചത് ഒരു ചതുര പൈപ്പാണ്, 1 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ്. അത് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് ചെയ്തത്. പിന്നെ ഡിക്കി നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു ഷീറ്റ് പേപ്പറിൽ നമ്മൾ ഇതുപോലെ തന്നെ ഡിക്കിയുടെ ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കണം. അതും ഇതുപോലെ തന്നെ ഷീറ്റിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് ഡിക്കിയും തുറക്കാൻ അടക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനും ഒരു വിജാഗിരിയുടെ അളവിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡ് നീളം കൂട്ടി എടുക്കണം. എന്നിട്ട് വിജാഗിരി സെറ്റ് ആവുന്ന രീതിയിൽ അകത്തൊരു കമ്പി മടക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടെയിൽ ലാമ്പ് വരുന്ന ഒരു പോർഷനാണ് ഡിക്കിയുടെ തൊട്ട് താഴെയായിട്ട് വരുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ആ ഒരു വീതിയിൽ ഷീറ്റ് കട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലാണ് നമ്മൾ ഹോൾ ചെയ്തിട്ട് ടെയിൽ ലാമ്പും അതൊക്കെ സെറ്റ് ചെയ്യുന്നത്, നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു ഭാഗമൊക്കെ പിടിപ്പിക്കുന്നത്. അപ്പം ഏകദേശം ഇതുപോലെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണും പോലെ 4 മൂല ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ മടക്കുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ അത് മടങ്ങി വരില്ല. 2 ലെയറായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിൽ മടക്കി കഴിയുമ്പം ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും ഷീറ്റ്. അപ്പോൾ അതുകൊണ്ട് കോർണർ ഭാഗം ഇങ്ങനെ എല്ലാ ആംഗിളിൽ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡിക്കിയായി. ഇനി നമുക്കിത് ബോണറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ഗ്രില്ല് സെറ്റ് ചെയ്യണം. അപ്പോൾ ഗ്രില്ല് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ നേരത്തെ ഒരു ശകലം കൂടുതൽ കട്ട് ചെയ്ത ഒരു ഭാഗം ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങനെ ഷീറ്റ് തികയാണ്ട് വന്നാലാന്ന് കരുതി ആദ്യമേ തന്നെ നമ്മൾ ആ മോൾഡ് വരച്ചപ്പോഴത്തേക്ക് ഒരു ശകലം കൂട്ടിയിട്ടായിരുന്നു. അപ്പം അത് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഗ്രില്ല് സെറ്റ് ചെയ്യുന്ന ടൈമിന് അതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഗ്രില്ലായിട്ട് ചെയ്തേക്കണം 1 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പാണ്. ആ സ്ക്വയർ പൈപ്പിൽ നമുക്ക് ഗ്രില്ലിൻ്റെ ഷേപ്പിൽ ആദ്യം മാർക്കർ വെച്ച് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വരച്ച ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അവിടെ ഗ്രില്ലും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റൊക്കെ പിടിപ്പിക്കാനായിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ വരച്ചിരിക്കുന്ന വരയുടെ 4 മൂലകളിലും ഒരു 3 mm ബിറ്റിട്ടൊന്ന് ഡ്രില്ല് ചെയ്യണം. അത് ഡ്രില്ല് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പം കോർണർ ഭാഗം തീരെ ഷാർപ്പായിട്ടേ കിട്ടത്തുള്ളൂ. അപ്പം ശരിക്കുള്ള വണ്ടിക്ക് അവിടെ അങ്ങനെ ഷാർപ്പല്ല, ഒരു കർവ് ഭാഗമാണ് വരുന്നത്. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കോർണർ ഭാഗം ഇങ്ങനെ ഡ്രില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ഡ്രില്ല് ചെയ്ത ഭാഗം നിർത്തിക്കൊണ്ട് വേണം 4 സൈഡും കട്ട് ചെയ്ത് മാറ്റാൻ. അപ്പോൾ ഈ എഡ്ജ് ഒരു കർവ് ഷേപ്പിൽ നമുക്ക് കിട്ടും. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ മെഷും ഇതൊക്കെ പിടിപ്പിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കണ ഈ സ്ക്വയർ പൈപ്പിനെ നമ്മൾ ഇനി ഇതിൽ വെച്ച് വെൽഡ് ചെയ്യണം. വെൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് ചരിഞ്ഞ് പോകരുത്. ചരിഞ്ഞ് പോയി കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും. അതുകൊണ്ട് ചെറിയാത്ത രീതിയിൽ മാക്സിമം ലെവൽ ചെയ്ത് വേണം സ്പോട്ട് ചെയ്യാനായിട്ട്.
പിന്നെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മളിപ്പോൾ സ്പോട്ട് ചെയ്യുന്നത്. അത് ആ ഒരു യൂണിറ്റ് പൊട്ടിയിട്ട് മറിഞ്ഞു പോകുന്ന ഭാഗമാണ്. അപ്പം വെൽഡ് ചെയ്താൽ പുറത്തായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ 20 ഗേജ് ഷീറ്റ് ആയത് കാരണം തീരെ ആംബിയർ കുറച്ചിട്ട് വേണം വെൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഷീറ്റ് കത്തിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ തീരെ ആംബിയർ കുറച്ചിട്ട് വേണം സ്പോട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്ക്വയർ പൈപ്പ് കുഴപ്പമില്ലാത്ത രീതിയിൽ വെച്ച്, പിന്നെ നമുക്ക് അതിൻ്റെ അടിയിലായിട്ടുള്ള ബമ്പർ തന്നെ ഒരു ഭാഗമുണ്ട്. അവിടെ ഇപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ഒരു ഷീറ്റിൻ്റെ കഷ്ണം വെച്ച് വെൽഡ് ചെയ്യണം. പിന്നെ നമ്മൾ നേരത്തെ സൈഡ് വിൻഡോയും ക്വാർട്ടർ ഗ്ലാസ് തന്നെ ഭാഗം അത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മാർക്ക് ചെയ്യണം. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. അവിടെ നമ്മൾ ആക്രിലിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ട് സൈഡ് ഗ്ലാസ് പോലെയൊക്കെ വെക്കണം. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് വിടണം. കട്ട് ചെയ്ത് വിടുമ്പം പ്രത്യേകം നോക്കണം, നമ്മളെ വരയിൽ നിന്ന് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും വെച്ച് വെൽഡ് ചെയ്ത് ഷേപ്പ് വെക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഡോറാണ്. ലെഫ്റ്റും റൈറ്റും ഡോറ്, 2 ഡോറേ നമുക്ക് ഈ വണ്ടിക്ക് വരുന്നുള്ളൂ. അപ്പം ഡോറ് ഭാഗം കട്ട് ചെയ്തെടുക്കണം. ഡോറ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 2 ഭാഗം മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അടിയിൽ റണ്ണിങ് ബോർഡിൻ്റെ ഒരു ഭാഗം വിട്ടിട്ട് വേണം ഡോറ് കട്ട് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെ പിടിപ്പിച്ച കാറിൻ്റെ ലെഫ്റ്റും റൈറ്റും ഉള്ള ആ ഭാഗങ്ങൾ കട്ടായി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റണ്ണിങ് ബോർഡിൻ്റെ വീതി നിർത്തിക്കൊണ്ട് വേണം ഡോറ് കട്ട് ചെയ്തെടുക്കാൻ. അപ്പം നമുക്കിത് വീഡിയോയിൽ കാണും പോലെ ലെഫ്റ്റും റൈറ്റിലും ഡോറായി. ഇനി ആ ഡോറിനെ വിജാഗിരി പിടിപ്പിക്കണം. അപ്പം വിജാഗിരി പിടിപ്പിക്കുന്നത് നമ്മൾ ഈ ഫ്രണ്ടിലെ യൂണിറ്റിലാണ്. അപ്പോൾ അത് ചരിഞ്ഞ് ഉള്ളൊരു രീതിയിലാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തേക്കണം. അപ്പോൾ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വിജാഗിരി പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഡോർ തുറക്കുമ്പോഴത്തേക്കും അത് താഴത്തേക്കേ പോകത്തുള്ളൂ. സാധാരണ വണ്ടിയുടെ ഡോർ തുറക്കുമ്പം നമ്മൾ നേരെ നിൽക്കുമെങ്കിൽ ഇത് ശകലം താഴത്തേക്കായിരിക്കും തുറന്നു വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്ത് ഒരു കമ്പി ഇട്ടിട്ടാണ് ഇതിൻ്റെ ഡോർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒരു കമ്പി ഇങ്ങനെ വളച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് നേരെ തന്നെ തുറന്ന് മാറും. ആ ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുന്ന പോർഷൻ ആ ഫെൻഡർ യൂണിറ്റിൻ്റെ ഉള്ളിലേക്കായി മടങ്ങിപ്പോക്കോളും. അപ്പോൾ അതിന് വേണ്ടി ഇതിങ്ങനെ വെൽഡിംഗ് റോഡിൻ്റെ കഷ്ണമാണത്. ആ ഒരു കർവ് പോലെ മടക്കി എടുത്തിട്ടാണ് സ്പോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഡോറിൻ്റെ വർക്കും അതുപോലെ തന്നെ ബോണറ്റിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ ആ ഹെഡ്ലൈറ്റ്, ഗ്രില്ല് ഇത് രണ്ടുമാണ് ചെയ്യാനുള്ളത്. ഹെഡ്ലൈറ്റിൻ്റെ റിങ്ങിന് പകരം ഞാൻ എടുത്തിരിക്കുന്നത് ബൈക്കിൻ്റെ ഹാൻഡിലാണ്. അപ്പോൾ ഹാൻഡിൽ അതിൻ്റെ 2 കഷ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഒരു യൂണിറ്റാണ് നമ്മൾ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നത്. എന്നിട്ട് ഇതിലാണ് നമ്മൾ LED പിടിപ്പിക്കുന്നതും ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത ആ പൈപ്പിൻ്റെ അകത്താക്കി ചെറുതായിട്ടൊന്ന് സ്പോട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ബമ്പറാണ് സെറ്റ് ചെയ്യണത്. ബമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷീറ്റ് കഷ്ണമാണ്, അതായത് സ്റ്റീലിൻ്റെ SS-ൻ്റെ ഷീറ്റാണ്. അത് തീരെ കനം കുറഞ്ഞ ഷീറ്റാണ്. അപ്പോൾ നമുക്കിത് വെൽഡ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ അതിനെ ഈ ബമ്പറിൻ്റെ ഷേപ്പിൽ മുഴപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ ഒരു ക്ലാമ്പ് ഉണ്ടാക്കിയെടുത്ത്, എന്നിട്ട് അതിനടിയിലൊരു പൈപ്പ് ഇട്ടിട്ട് ഈ ക്ലാമ്പ് വെച്ച് തല്ലി ഈ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു യൂണിറ്റ് നമ്മൾ ഈ ബമ്പറിന് പകരം അതിൽ വെച്ച് സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന തിക്നെസ് അതിനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് സ്ക്രൂ ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മൾ ഈ ആദ്യം വെൽഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷാക്കി കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ പുട്ടിയിടാൻ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ വെൽഡിങ്ങിൻ്റെ വർക്കൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഇതിനൊന്ന് ഫിനിഷാക്കി എടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ, ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ചെയ്യണം. ഞാനിപ്പോൾ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കണമെന്ന് എല്ലാവരും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം ഗ്ലൗസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഗ്ലൗസും അതുപോലെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പം ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പുട്ടിയിടേണ്ട ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് പുട്ടിയൊക്കെ ഇട്ടെടുക്കാം. ഇതാണ് നമ്മളതിൻ്റെ നേരത്തെ പറഞ്ഞ ഗ്രില്ലിന് പകരം എടുത്തേക്കുന്ന മെഷ്. ഇത് അലുമിനിയം മെഷാണ്. സാധാരണ നമ്മൾ കാറിനൊക്കെ മെഷ് അടിക്കുന്നതാണ്. വർക്ക്ഷോപ്പിൽ വേസ്റ്റ് വന്നതിൻ്റെ കഷ്ണമാണത്. അപ്പം അത് നമ്മൾ ഈ ചെറിയ വണ്ടിക്ക് വേണ്ടി അതൊരു കഷ്ണം ഞാൻ മുറിച്ചെടുത്താണ്. അപ്പോൾ ഇത് നമുക്കിനി അത് അതിൻ്റെ അകത്ത് ഉറപ്പിക്കുകയൊക്കെ വേണം. അതിൻ്റെ വീഡിയോ നമ്മൾ പുറകെ ചെയ്യുന്നുണ്ട് പെയിൻറ്റിങ്ങിൻ്റെ കൂടെ. അത് ഞാനത് ഇടാം. ഇപ്പോൾ ഇതിൽ ഈ ബമ്പറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ മാത്രമേ ഉള്ളൂ. ഒരുപാട് ലെങ്തായി പോയി കഴിയുമ്പോൾ കാണുന്നവർക്കൊരു മടുപ്പൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബമ്പർ കട്ട് ചെയ്തെടുത്തത് നമ്മൾ ഇതിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചു. മുമ്പിലും ബാക്കിലും അതുപോലെ തന്നെ സ്ക്രൂ ഇട്ട് പിടിപ്പിച്ചേക്കുന്നത്.
അപ്പം ഏകദേശം വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മിററും അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ് ഇറക്കാനുണ്ട്. അപ്പം അത് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് കാണാം. ഇപ്പം നമ്മളിത് ഇതാണ് നേരത്തെ പറഞ്ഞ ബോണറ്റ് ഹോൾഡ് ചെയ്യാനായിട്ട് സാധാരണ വണ്ടിക്കൊക്കെ ഉള്ള പോലത്തെ ക്ലാമ്പ്. ഇപ്പം വണ്ടി ഏകദേശം സെറ്റായിട്ടുണ്ട്. കാണാനായിട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും കമൻ്റ് അടിക്കുക. അപ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.